ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് ദിവസമായി ഇങ്ങനെ ഇരുന്നൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ 2-3 ദിവസം മുൻപ് ഇങ്ങനെ സുഡുമോന് ഫിക്സ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ടാ. ഇങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സുഡുമോന് ഇപ്പൊ 10-12 വയസ്സായില്ല. അപ്പൊ വലുതായി. ഇപ്പൊ ഫിക്സിനൊരു മാറ്റം വന്നതായിരിക്കാം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെയാണ് കേട്ടോ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എന്റെ ലൈഫിൽ ഇങ്ങനെ എന്റെ മോൻ ഇങ്ങനെ കിടന്ന് മുന്നിൽ ഇങ്ങനെ കിടന്ന് കാണിക്കാനപ്പോ എനിക്ക് സത്യത്തിൽ എന്താന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞിങ്ങനെ നിന്നപ്പോഴാണ് ഫിക്സ് എന്നുള്ള ഒരു ഇത് വന്നത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഷിവറിംഗ് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ചെറിയൊരു ഷിവറിംഗ് വന്നാലും നമുക്കൊരു ഉള്ളിലൊരു പേടി ഉണ്ടാവില്ല. ഇതിപ്പോ ഞാനിങ്ങനെ വെളുപ്പിനായിരുന്നു, ഒരു 3-3:30 സമയമായിട്ടുണ്ടാവും. ആ സമയത്ത് കിടന്ന് എന്റെ മേത്തേക്ക് കൈയും കാലും തലയും ഇതൊക്കെ ഇട്ടടിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എണീറ്റത് കേട്ടോ. എണീറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് വന്നപ്പോ ഇതിങ്ങനെ ചെരിഞ്ഞ് തല ചെരിച്ചിട്ട് കൈയും കാലൊക്കെ ഇങ്ങനെ മേത്തിട്ടടിക്കുന്നു കേട്ടോ. ഭയങ്കര ശക്തിയിലാണ് വലിക്കുന്നതിനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോ ഒരുപാട് വിഷമാവും കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്കും സഹിക്കാനായിട്ട് പറ്റില്ല ഇങ്ങനെ ഇട്ട് കാണിക്കണ കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ ഒരു ഈ അസുഖം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും വരരുതെന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്. മനസ്സുകൊണ്ട് നമുക്ക് ഒരാൾക്കും ഒരമ്മയ്ക്കും കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല ഇങ്ങനെ ഈ അപസ്മാരം വന്നു കഴിഞ്ഞിട്ടോ. ഇതിപ്പോ പത വന്നില്ല എന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള കാട്ടായങ്ങളും കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ഇങ്ങനെ കിടന്നിങ്ങനെ കാണിക്കണോ. ഇപ്പൊ ഭയങ്കര രൂക്ഷമായിട്ട് വന്നിട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ 10-12 വയസ്സായി. അപ്പൊ ഡോക്ടർ പറഞ്ഞേക്കണത് ഇങ്ങനെ ഈ മെഡിസിൻ മാത്രമാണ് സുഡുമോൻ ഇങ്ങനെ കൺട്രോളൊക്കെ ചെയ്ത് പോവുള്ളൂ എന്നാണ് കേട്ടോ. പക്ഷെ ഈ മെഡിസിൻ അല്ലാണ്ട് ഇനി വേറെ ഒന്നും കൊടുക്കാനില്ല, ഇതിനൊരു ഓപ്ഷൻ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ അപസ്മാരം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിച്ച് കിടത്തിയിട്ട് കാലിന്റെ ഉള്ളനടി തിരുമ്മി കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് ബ്രെയിനിലേക്ക് എത്തും എന്നാണ് പറയാ. അപ്പൊ നമ്മളിവിടെ എങ്ങനെ ആകെ തളർന്ന് അങ്ങോട്ട് നമ്മുടെ മേത്തങ്ങോട്ട് ഇതായിപ്പോയി. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ ഈ അപസ്മാരം ഇതൊക്കെ വരണത്. ഒരാൾക്കും സഹിക്കാനായിട്ട് പറ്റില്ല സത്യത്തില്. അപ്പൊ നമ്മൾ പിന്നെ ഇതിങ്ങനെ കുഞ്ഞിലെ തൊട്ട് കാണുന്നുണ്ട് ഫിക്സ്. പക്ഷെ ഈ കുഞ്ഞിലെ തൊട്ട് കാണുന്നുണ്ടെങ്കിലും അന്നൊക്കെ കുഞ്ഞ് അത്രയും ശക്തി, ഇവനിപ്പോ 10-12 വയസ്സായി. അപ്പൊ അതിന്റെ ബലം ആരോഗ്യം ഇതൊക്കെ ആയില്ല. അപ്പൊ അതായിരിക്കാം ഇത്ര ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കാണിക്കണത്. തിരിഞ്ഞിപ്പോ വേഗം നിന്നൂട്ടാ. അപ്പൊ എനിക്കിപ്പോ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അനുഭവം. ഇങ്ങനെയുള്ളവര് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാലിന്റെ അടി തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ വേഗം നിൽക്കൂട്ടാ ഫിക്സ്. ഇതിപ്പോ അതികഠിനായിട്ട് വന്നു. ഞാനങ്ങോട്ട് പേടിച്ചു പോയി സത്യത്തില്. ഇങ്ങനെയൊക്കെ ഭരണ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അമ്മമാർക്ക് ഉണ്ടാവണത്. അതൊന്നും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല കേട്ടോ.